ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരമപരിശുദ്ധ തത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, പ്രാർത്ഥനയുടെ മക്കളെ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത്. സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയും, എപ്പോഴും പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. പൗലോസ് പറയുന്നില്ലേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വാക്യം, നിരന്തരം പ്രാർത്ഥിക്കുക, പ്രേ ഓൾവേസ്, എപ്പോഴും പ്രാർത്ഥിക്കുക, നിർത്താതെ പ്രാർത്ഥിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാചകമാണ് നിരന്തരം പ്രാർത്ഥിക്കുക, നിർത്താതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇത് സാധിക്കുമോ? സാധിക്കും. ആഗ്രഹം മതി. തീർച്ചയായും അടിസ്ഥാനപരമായി നമുക്ക് ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം, തുറവയുണ്ടായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായി നിൽക്കുന്ന കാര്യമാണ്. ആ വിഷയത്തിലേക്ക് പോകാതെ എനിക്ക് നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അല്ല, പാവികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? തീർച്ചയായും കർത്താവ് യേശുമിശിഹായുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട നല്ല കള്ളനും പ്രാർത്ഥിച്ചു, സ്വർഗം മോഷ്ടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അടിസ്ഥാനപരമായി വിശുദ്ധരാകണം, പരിശുദ്ധിയുണ്ടാകണം എന്ന് പരിപൂർണമായിട്ടും പറയാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ ഏത് ജീവിതാവസ്ഥയിൽ ആയിരിക്കുന്നവരും ആയിക്കൊള്ളട്ടെ, എപ്പോഴും സദാ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇതിന് വിപരീതമായിട്ട് കുംഭസാരത്തിൽ പോലും പലരും പറയുന്ന, സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ്, പ്രാർത്ഥനയിൽ ശ്രദ്ധയില്ല, പലവിചാരങ്ങളാണ്. പരിശുദ്ധ കുർബാനയിൽ പോലും പലവിചാരമാണ്. ഒരു കൊന്ത പോയിട്ട് ഒരു നന്മ പറഞ്ഞു പറയുമ്പോൾ പോലും പലവിചാരം കൂടാതെ ചൊല്ലാനായിട്ട് പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ പരാതിയുടെ അല്ലെങ്കിൽ ഈ തെറ്റായ ഭാവബോധത്തിൻ്റെ കാരണം സത്യത്തിൽ എന്താണ് പ്രാർത്ഥന എന്ന് അതിൻ്റെ ആഴത്തിലും ഔന്നത്യത്തിലും മനസ്സിലാക്കാനായിട്ടാണ്. ലളിതമായിട്ട് പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ അമ്മ ത്രേസ്യ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ അത് ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. പക്ഷേ അതിൻ്റെ ആഴത്തിലേക്കും ഔന്നത്യത്തിലേക്കും കടക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായുള്ള സംഭാഷണമാണ് എന്നതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ, എന്തിനെക്കുറിച്ചാണ് ദൈവത്തോട് സംസാരിക്കേണ്ടത്? എല്ലാറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഏത് വികാരങ്ങളോടും കൂടി സംസാരിക്കാം. സങ്കടത്തോടു കൂടി, സങ്കടത്തിൻ്റെ ദേഷ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത്, എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും ലളിതമാക്കണമെങ്കിൽ ലളിതമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയിൽ പല വിചാരം എന്നൊന്ന് ഇല്ല. അത് പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് പ്രാർത്ഥന? ദൈവവുമായുള്ള സംഭാഷണമാണ് എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ട്, അടിസ്ഥാനപരമായി പറഞ്ഞു വെച്ചിട്ട് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതല്ല പ്രാർത്ഥന. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ചിലർ ചോദിക്കും, റഷ്യയും ഉക്രൈനയും തമ്മിൽ യുദ്ധം നടക്കുന്നു, അതിനെക്കുറിച്ച് ഓർത്താൽ അതെങ്ങനെയാണ് പ്രാർത്ഥനയാവുന്നത്? അതെൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്തതല്ലേ? അവിടെയാണ് തെറ്റിദ്ധാരണ നിൽക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും സമ്പർക്ക മാധ്യമങ്ങളിലൂടെ, സാമ്പത്തിക വ്യവസ്ഥകളിലൂടെ ഒരു കുടുംബമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നവും ഒരു കാര്യവും ഈ ഭൂലോകത്ത് സംഭവിക്കുന്നില്ല. അതെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യവും എൻ്റെ മനസ്സിലേക്ക് വരികയില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കണം. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏത് കാര്യവും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ചിന്ത വന്നാലും ശരി, അത് പരിശുദ്ധ കുർബാനയുടെ സമയത്താണെങ്കിലും ശരി, ജപമാലയുടെ സമയത്താണെങ്കിലും ശരി,
ഞാൻ തനിച്ചിരുന്ന് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് തന്നെ യുദ്ധം ചെയ്യുന്ന സമയത്തായിക്കൊള്ളട്ടെ, എൻ്റെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തയും ഞാൻ എന്തായിരിക്കുന്നുവോ എന്ന് എന്നെ വെളിപ്പെടുത്തി തരുന്ന യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാത്ത ഒരു ചിന്തയും എൻ്റെ മനസ്സിലേക്ക് വരികയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇനി പ്രാർത്ഥനയ്ക്ക് ഒരു ആഴപ്പെട്ട, ഉന്നതമായ, പ്രായോഗികമായ ഒരു നിർവചനം നൽകണം. അതായത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ അതായിരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന സമയമാണ് പ്രാർത്ഥന എന്നുള്ളത്. എൻ്റെ ജീവിതത്തെ അതായിരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് എങ്ങനെ ഞാൻ ജീവിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന, ശ്രമിക്കുന്ന സമയമാണ് പ്രാർത്ഥന എന്നുള്ളത്. എങ്കിൽ പലവിചാരമോ? പലവിചാരം എന്ന് പറയുന്നത് എന്നെ അലട്ടുന്ന കാര്യങ്ങളാണ്, എന്നെ അസ്വസ്ഥനാക്കുന്ന കാര്യങ്ങളാണ്. അതെൻ്റെ ജീവിതവുമായിട്ട് ഇല്ലാത്തത് എന്ന് പറഞ്ഞാലോ? അല്ല, ബന്ധമുണ്ട്, ഞാൻ കണ്ടുപിടിക്കണം. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കും, പക്ഷെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാകണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുടുംബനാഥൻ മദ്യപാനിയാണ്. എല്ലാ ദിവസവും അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ അല്ല വിചാരം അല്ല. ആ കുടുംബത്തിലെ പ്രശ്നം, ആ മദ്യപാനിയുടെ പ്രശ്നം നീ ഒരുപക്ഷെ മറക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ ദൈവം നിന്നോട് പറയുന്നത് അതല്ല. നീ ആ കുടുംബത്തിന് വേണ്ടി, ആ മദ്യപാനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതെ, ആ ഫലവിചാരം ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. നിന്റെ ജീവിതം എന്തായിരിക്കുന്നുവോ എന്നുള്ളത് ഇതാ ഫലവിചാരത്തിലൂടെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് ഫലവിചാരങ്ങളെ തള്ളിക്കളയാൻ ശ്രമിക്കരുത്. ഫലവിചാരങ്ങൾ ഉള്ളം കയ്യിലെടുക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ തുറന്നു വയ്ക്കുവാനുള്ള വഴിയാണത്. പലപ്പോഴും എൻ്റെ ഫലവിചാരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളായിരിക്കാം, കുഞ്ഞുനാളിൽ വന്നുപോയ പാപങ്ങളായിരിക്കാം, കുംഭസാരത്തിൽ പറയാനായിട്ട് വിട്ടുപോയൊരു പാപമായിരിക്കാം. അതെ, ദൈവം എന്നെ പാപബോധത്തിലേക്ക് വളർത്തുകയാണ്, അതിലൂടെ പശ്ചാത്താപത്തിലേക്ക് വളർത്തുകയാണ്. അത് ഫലവിചാരമല്ല. ഞാനിതിനെ വേറൊരു രീതിയിൽ പറയാനായിട്ട് ശ്രമിച്ചാൽ, കരിസ്മാറ്റിക് ധ്യാനത്തിൽ ദർശനവരത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള കൗൺസിലിംഗ് ഉണ്ട്. അതിൽ തെറ്റുപറ്റാം, പക്ഷെ അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ദർശനവരമുള്ള വ്യക്തികൾക്ക്, ഒരു വ്യക്തി കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലേക്ക് ഒരു പക്ഷിയുടെ പടം കാണും. അപ്പോൾ ആ വ്യക്തി കൗൺസിലിംഗ് ഇരിക്കുന്ന വ്യക്തിയോട് ചോദിക്കും, എന്താ ഒരു പക്ഷിയെ കാണുന്നുണ്ടല്ലോ, എന്താ കാര്യം? അപ്പോഴാണ് ചിലപ്പോൾ പറയുക, അതോ ഒരിക്കലേ വീട്ടിലൊരു തത്തയെ വളർത്തിയിരുന്നു, ആ തത്ത ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ബഹളം വെച്ചു, എനിക്ക് അരിശം വന്നു, ഞാൻ അതിനെ കൊന്നു. പക്ഷെ അത് മറന്നുപോയതാണ്. അപ്പോൾ ഒരു പക്ഷിയെ കണ്ടു എന്ന് കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി പറയുന്നത് ഫലവിചാരമല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പാപത്തെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഞാൻ ഏകാന്തതയിലിരിക്കുമ്പോൾ, നിശബ്ദതയിലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയമാണത്. എങ്ങനെ? ഞാൻ നിശബ്ദതയിലും ഏകാന്തതയിലും ആയിരിക്കുമ്പോൾ ദൈവം എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ ദൈവം പ്രായശ്ചിത്തത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അത് ഫലവിചാരമല്ല. പലപ്പോഴും പല വിചാരങ്ങളും ഞാൻ മറന്നുപോയ കാര്യമായിരിക്കും, ഞാൻ ചെയ്യേണ്ടതായ കാര്യമായിരിക്കും. ഒരാൾ ഫോൺ വിളിച്ചു, സമയമില്ലായിരുന്നു, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു, മറന്നുപോയി. ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഇതാ വരുന്നു, ഓ എനിക്ക് തനിച്ചു പോയി എൻ്റെ പ്രാർത്ഥനയെ, വ്യക്തിപരമായ പ്രാർത്ഥനയെ നിർത്തി ആ ഫോൺ വിളിക്കാൻ സമയം ഉണ്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ ആ ഫോൺ വിളിക്കണം. മറന്നുപോയ കാര്യം ദൈവം ഓർമ്മപ്പെടുത്തിയതാണ്. അതല്ല ജപമാലയുടെ സമയത്താണോ ആ പരവിചാരം വരുന്നത്? ആ ജപമാല കഴിഞ്ഞുടനെ ഞാൻ ആ വ്യക്തിയെ ഫോൺ വിളിക്കണം. ഇനി പരിശുദ്ധ കുർബാനയുടെ സമയത്താണെങ്കിലോ, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഫലവിചാരങ്ങളെയും പരിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങളായിട്ട് മാറ്റുക. പരിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങളായിട്ട് മാറ്റുക. ക്രിസ്ത്യാനികൾ
പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പല വിചാരങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവർക്ക്, തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെങ്ങനെ പല വിചാരമാകുന്നത്? ഓർക്കണം ഇവിടെ ഒരു കാര്യം കൂടി. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല ശരിക്കുള്ള പ്രാർത്ഥന. ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ദൈവം എന്നിലൂടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാരൂപിയായിട്ടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അതൊരു കരിസ്മാറ്റിക് ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 കൃത്യമായിട്ട് പറയുന്നു. എന്ത് പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാരൂപി എന്നിലൂടെ പ്രാർത്ഥിക്കുന്നു. അതെ, എൻ്റെ ഫലവിചാരങ്ങളിലൂടെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് നീ ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. അതെ, നീ ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. നമ്മളിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ശുദ്ധീകരണ ആത്മാക്കളുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കഷ്ടപ്പെടുന്നവരുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. അതെ, ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ശാന്തമായിരുന്ന് ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അവിടെ ഇരുന്ന് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പല വിചാരമായിട്ട് എനിക്ക് വരുമ്പോൾ അല്ല, ആ കാര്യത്തെക്കുറിച്ച് തമ്പുരാന്റെ മുമ്പിൽ കാര്യകാരണ സഹിതം ചിന്തിച്ച് ശരിയായ തീരുമാനമെടുക്കുവാനുള്ള ആഹ്വാനമാണത്. അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാം. യാത്രയിലായിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്താൽ ആ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. അതെ, നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കും. ഏത് ഭാവിക്കും പറ്റും. പാപബോധം ഉണ്ടാകണമെന്നേ ഉള്ളൂ. എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് മാറും. സങ്കീർത്തനത്തിലേക്ക് വരിക, എല്ലാ വികാരങ്ങളെയും അവിടെ പ്രാർത്ഥനയാക്കി മാറ്റിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, പല വിചാരങ്ങളെ പ്രാർത്ഥനയാക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അതോടൊപ്പം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക, ലോകത്തിന് മുഴുവനും വേണ്ടി സ്വയം ബലിയായിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അത് പരിശുദ്ധ കുർബാന പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ തിരുസഭയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളണം. ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഞാൻ ഓർക്കണം. അത് പല വിചാരമല്ല. ലോകത്തിന് മുഴുവനും വേണ്ടി ബലിയർപ്പിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ ബലിയിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് പറയുക, മകനെ, മകളെ, നീ ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ബലിയർപ്പിക്കുന്നത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. അതെ, ലോകത്തിന് മുഴുവനും വേണ്ടി ബലിയർപ്പിക്കുന്ന ദൈവത്തോട് ചേർന്ന് ലോകത്തിന് മുഴുവനും വേണ്ടി മധ്യസ്ഥ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് മാറും. എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.